വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി ഫസ്റ്റ് ലെസണാണ് ഞാനിവിടെ ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. എ ഫ്യൂ ലൈൻസ് ഫ്രം ദ പോയം ഒരു ഉദ്ബോധനം ബൈ കുമാരനാശാൻ ക്യാൻ ബി സീൻ ഓൺ ദ പ്ലേറ്റ് ഇൻ ദ പിക്ചർ. These lines remind us of the importance of freedom in human life. Think about the freedom that we enjoy in day-to-day life. Did the people everywhere enjoy freedom like this? മഹാകവി കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികൾ രേഖപ്പെടുത്തിയ ഫലകമാണ് ചിത്രത്തിൽ കാണുന്നത്. മനുഷ്യജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം ഓരോരുത്തരും നിത്യജീവിതത്തിൽ എന്തെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്? ഇൻ സെവറൽ പ്ലേസസ് ദ കോമൺ പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് ആസ് മച്ച് ഫ്രീഡം ആസ് വി ഹാവ് ടുഡേ. ദ പീപ്പിൾ ഹൂ വെയർ ഡിപ്രൈവ്ഡ് ഓഫ് ഫ്രീഡം ഹാഡ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. സം അഡോപ്റ്റഡ് പീസ്ഫുൾ മീൻസ് whereas others preferred armed rebellion. All these struggles tried to change the system that denied freedom and right and to establish a new one. Therefore, they are known as revolutions. എല്ലാവർക്കും എല്ലായിടത്തും സ്വാതന്ത്ര്യം കിട്ടിയിരുന്നോ? പല നാട്ടിലും സാധാരണക്കാർക്ക് നാം ഇന്ന് അനുഭവിക്കുന്ന പോലെയുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമരങ്ങൾ ചെയ്യേണ്ടി വന്നു. ചിലർ സഹന സമരത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ മറ്റു ചിലരാകട്ടെ സായുധ സമരത്തിൻ്റെ പാതയും സ്വീകരിച്ചു. സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് ഈ സമരങ്ങൾ ഓരോന്നും ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവയെ റെവല്യൂഷൻസ് അഥവാ വിപ്ലവങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. The major factor that stimulated earlier revolutions was the Renaissance. Do you remember the Renaissance discussed in the previous class? Renaissance made significant changes in human thought, views and life. Let us examine them. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാനപ്പെട്ട ഘടകം നവോത്ഥാനം അഥവാ റിനൈസൻസ് ആണ്. റിനൈസൻസിനെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നാം പഠിച്ചിട്ടുണ്ട്. നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ്? ഹ്യൂമാനിസം, മാനവികത; ക്രിട്ടിക്കൽ തിങ്കിങ്, യുക്തിചിന്ത; സ്പിരിറ്റ് ഓഫ് ക്രിറ്റിസിസം, വിമർശന ബുദ്ധി; സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം; സ്പിരിറ്റ് ഓഫ് എൻക്വയറി, അന്വേഷണ തൃഷ്ണ. ഇതൊക്കെയാണ് കൂടുതലായിട്ടും നവോത്ഥാനം നമുക്ക് തന്ന മാറ്റങ്ങൾ. These novel ideas motivated people to question irrational beliefs and traditions. The progress in the field of science brought about by the Renaissance gave birth to enlightenment in the 18th century. Thinkers of this movement propagated the ideas like freedom, democracy, equality and nationalism. It encouraged the people in different parts of the world to protest against the autocratic system prevailing them. These protests developed into revolutions in many places. Let us discuss some of these revolutions and their impact. യുക്തിരഹിതമായ വിശ്വാസങ്ങളും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ റിനൈസൻസിൻ്റെ ഫലമായി രൂപം കൊണ്ട ഈ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. റിനൈസൻസിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ എൻലൈറ്റൻമെൻറ്റിന് അതായത് ജ്ഞാനോദയത്തിന് രൂപം നൽകി. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകൾ പ്രചരിപ്പിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥിതികളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്കിത് പ്രചോദനം നൽകി. ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു. വാട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ്? എന്താണ് ജ്ഞാനോദയം? ശ്രദ്ധിക്കൂ. ഇറ്റ് വാസ് ദ സയൻറ്റിഫിക് ഇൻവെൻഷൻ ഇൻ യൂറോപ്പ് ദാറ്റ് മൗൾഡഡ് എൻലൈറ്റൻമെൻറ്റ് ആൻഡ് ഇൻ്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ്. The thinkers of this movement gave importance to reasoning and opined that society is always progressing. ജ്ഞാനോദയം എന്നാൽ യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികപരവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്.
യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. ദിസ് ചാപ്റ്റർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 5 divisions: American War of Independence, French Revolution, Latin American Revolution, Russian Revolution, and Chinese Revolution. First of all, we can study about the American War of Independence. No taxation without representation. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. This was a slogan that thundered along different parts of North America in the second half of the 18th century. What did people demand through this slogan framed by James Otis? 18ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത്. ജെയിംസ് ഓട്ടിസാണ് ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. ഈ മുദ്രാവാക്യത്തിലൂടെ എന്തെല്ലാം ആവശ്യങ്ങളാണ് ജനങ്ങൾ ഉന്നയിച്ചതെന്ന് നോക്കിക്കേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്, ഭരണ പങ്കാളിത്തം. ഭരണത്തിൽ സാധാരണ ജനങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ദിസ് സ്ലോഗൻ വാസ് റേസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് അമേരിക്ക ആസ് പാർട്ട് ഓഫ് എ പവർഫുൾ അജിറ്റേഷൻ. ലെറ്റ് us ഡിസ്കസ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ അജിറ്റേഷൻ. ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. From the 16th century onwards, the Europeans began to migrate to North America. The major aim of the migration was to exploit the resources. By the 18th century, England had established 13 colonies in the eastern coast of North America. Can you locate them in the map? 16ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ തന്നെ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു. 18ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അമേരിക്കയുടെ മാപ്പെടുത്ത് ഇതിൽ നിന്നും ഈ 13 കോളനികളും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അവ ഒരു ഭൂപടത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. മൈഗ്രേഷൻ ടു അമേരിക്ക. ക്രിസ്റ്റഫർ കൊളംബസ്, a sailor of the Spanish government, reached North America in 1492. He called the indigenous people as Indians. He thought that the place he reached was India. Later they were known as the Red Indians. The earlier colonies in America were established by a group of people who exiled to America from the religious persecution of the King of England in the 17th century on a ship called Mayflower. They were known as the Pilgrim Fathers. With the increase in European migration, the Red Indians were displaced to the interiors. The Europeans seized their land and flock of sheep. അമേരിക്കയിലെ കുടിയേറ്റത്തെക്കുറിച്ച് പറയാം. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് ആ നാട്ടിലെ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ മേ ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യർ കവർന്നെടുത്തു. ഇങ്ങനെയാണ് അമേരിക്കയിൽ ആദ്യമായി കുടിയേറ്റം സംഭവിച്ചത്. ഈ ലെസണിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇനി പറയുന്നത്. വാട്ട് ഈസ് മെർക്കൻറ്റലിസം ആൻഡ് വാട്ട് ആർ ദ ലോസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ് ആസ് മെർക്കൻറ്റലിസം? മെർക്കൻറ്റലിസം എന്നാൽ എന്താണ്? മെർക്കൻറ്റലിസത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം നിയമങ്ങളാണ് ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി എന്നുള്ളത്. അതിൻ്റെ ആൻസറാണ് ഇനി പറയുന്നത്. The British treated the American colonies as centers for collecting raw materials for their industry and as market for selling their products. This policy, implemented by the British merchants with the help of their motherland in the American colonies, is known as mercantilism. As part of mercantilism, several laws were implemented in the British colonies. തങ്ങളുടെ വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കിലാക്കി.
മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയത്തെ മെർക്കന്റിലിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. മെർക്കന്റിലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. അവയിൽ ചിലത് നമുക്ക് നോക്കാം. The goods to and from the colonies must be carried only in British ships or ships built in the British colonies. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. ബ്രിട്ടീഷ് സ്റ്റാമ്പ്സ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംലെറ്റ്സ്, ലൈസൻസ് എക്സെട്ര. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിച്ചിരിക്കണം. പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പറ്റുകയുള്ളൂ. Colonies must provide food and quarters of the British troops which were maintained in the colonies. കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്കുള്ള ഇറക്കുമതി ചുങ്കം കോളനിക്കാർ നൽകണം. One of the main incidents in the American War of Independence was the Boston Tea Party. The high tax levied by the British government on tea fired up strong protest in America. On 16 December 1773, a group of people disguised as the Red Indians boarded the ships at night in the Boston harbor and threw 342 chests of tea into the sea. The protest is known as the Boston Tea Party. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി നമുക്ക് കാണാൻ കഴിയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരെ അമേരിക്കയിലെ ശക്തമായ ഒരു പ്രതിഷേധം നിലവിൽ വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവത്തെ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു. The ideologies of some thinkers also stimulated the people of the colonies to fight against the exploitative laws of the British. Let us familiarize with those thinkers and their ideologies. ഇംഗ്ലീഷുകാരുടെ ഈ ചൂഷണ നിയമങ്ങൾക്കെതിരെ പോരാടാൻ ചില ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും കോളനിക്കാർക്ക് പ്രചോദനം നൽകി. അങ്ങനെയുള്ള ചില ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും നമുക്ക് പരിചയപ്പെടാം. First of all, we can see John Locke. Everyone has some fundamental rights. No government has the right to suspend them. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് അമേരിക്കൻ ചിന്തകനായ ജോൺ ലോക്കിൻ്റെ അഭിപ്രായമാണ്. There is something absurd in supposing a continent be perpetually governed by a foreign power. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് ഒരു യുക്തിക്ക് നിരക്കുന്നതല്ല എന്നതായിരുന്നു തോമസ് പെയിൻ എന്ന ചിന്തകൻ്റെ അഭിപ്രായം. The entire continent assembles. The delegates of all the colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by England. It is known as the First Continental Congress. Subsequently, people of the colonies submitted a petition to the King of England. They demanded the revocation of the regulations enforced on industry and commerce and not to impose tax without the approval of the people. This led to the war between England and the colonies. വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അധികാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു.
The Second Continental Congress, held at Philadelphia in 1775, elected George Washington as the commander-in-chief of the Continental Army. During this time, through the pamphlet titled Common Sense, Thomas Paine declared that it was wise for the Americans to break the ties with Britain. The American Continental Congress issued the famous Declaration of Independence on 4th July 1776. The declaration was prepared by Thomas Jefferson and Benjamin Franklin. An extract from it is given. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു. ഈ സമയം തന്നെ തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് അറിയിച്ചു. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം, വാട്ട് ഓൾ ക്യാൻ യു ഫൈൻഡ് ഇൻ ദിസ് ഡിക്ലറേഷൻ? മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ പ്രഖ്യാപനത്തിൽ നിന്ന് കണ്ടെത്താം? ഓൾ ആർ ഈക്വൽ, എല്ലാവരും തുല്യരാണ്. എവരി വൺ ഹാസ് സർട്ടൻ റൈറ്റ്സ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. ജനങ്ങളുടെ ഈ ലക്ഷ്യങ്ങളെ ആരെങ്കിലും നശിപ്പിക്കുന്ന തരത്തിൽ ആവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശവും പൂർണ്ണമായും ജനങ്ങൾക്ക് തന്നെയാണ്. The war between England and the colonies in North America that began with the Declaration of Freedom ended in 1781. According to the Treaty of Paris in 1783, England ratified the freedom of 13 colonies. The Constitution Convention, held at Philadelphia under the leadership of James Madison, framed the American Constitution. George Washington became the first president of the United States of America, formed in accordance with the new Constitution. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളെയും സ്വതന്ത്രരാക്കി. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. The American War of Independence transformed the system existed there. It greatly influenced the later history of the world in different ways. Let us see them. അമേരിക്കയിൽ നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. പിൽക്കാല ചരിത്രത്തിൽ ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Gave direction and motivation to the later freedom struggles and revolutions all over the world. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. Put forward the concept of Republican form of government. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വച്ചു. Prepared the first written constitution. എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടന തയ്യാറാക്കി. Contributed to the concept of federal system that ensured freedom and authority of states in the union. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ഇതൊക്കെ നൽകിയത് നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആയിരുന്നു. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.